ഹലോ, എന്ത് ചെയ്യുന്നു? ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കാൻ പോണ ഉണ്ടാക്കി അത് ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ. ഇതിന്റെ പേരെന്തോന്ന്? ഇതിന്റെ പേരെന്തോന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളാണത് പേര് തീരുമാനിക്കാനുള്ളത്. വേണ്ട ഇങ്ങനെ ഇതാണ് സംഭവം. എന്നിട്ട് ഒരെണ്ണം എടുക്കും, ചോറോടുള്ളത് എടുക്കും, കണ്ടോ എടുത്തിട്ട് കഴിക്കും. പോളി എന്ന് പറഞ്ഞാൽ സംഭവം സത്യം സത്യമായിട്ടും ഒരെണ്ണം കൂടെ കഴിക്കോ? ഇതിന്റെ പേരില്ലാതെ ഞാൻ എന്തോന്നും പറഞ്ഞാണ് ഇതിന്റെ കാപ്സിക്കം നിറച്ചത്, കാപ്സിക്കം ബിരിയാണി. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കം ബിരിയാണി ഉണ്ടാക്കാം. ക്യാപ്സിക്കം ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് പുളിഞ്ചിക്ക അച്ചാറിടാം. പുളിഞ്ചിക്ക അച്ചാറെന്ന് വെച്ചാൽ ഇരുമ്പം പുളിയാണ്. ഞാൻ അതൊരു റെസിപ്പിയൊന്നും ഇടുന്നില്ല, നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങളെ കാണിക്കുകയാണ്. ഈ വീട്ടിലെ ഇരുമ്പിക്ക നിന്നപ്പോൾ അതെടുത്തിട്ട് നമ്മളൊന്ന് അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാം പൊഴിഞ്ഞു പോവുകയാണ്. ഇതിലൊക്കെ നമുക്ക് അച്ചാർ കഴിക്കാവോ, ഇതൊക്കെ കൂടുതൽ കഴിക്കാവോ എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ എല്ലാവരും പുളിഞ്ചിക്ക കഴിക്കാൻ മടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിന്നലെ പുളിഞ്ചിക്കയും നാരങ്ങയും അച്ചാറുണ്ടാക്കി. നാരങ്ങ അച്ചാർ തീർന്നിരിക്കുകയായിരുന്നു. പുളിഞ്ചിക്ക അച്ചാറിന് സത്യം പറഞ്ഞ ചാരിക്കിനെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും എന്ത് ടേസ്റ്റാണതറിയാവോ, എന്ത് രുചിയാണതറിയാമോ, എന്ത് മണമാണതറിയാമോ. എൻ്റെ വായിലിങ്ങനെ വന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതേ ചിക്കൻ വേവിക്കുകയാണ്. ചിക്കൻ ഒരു 4 വിസിൽ കേൾപ്പിച്ച് വെച്ചു. എന്നിട്ട് നമ്മളിതേ നാരങ്ങ അച്ചാറ് സ്റ്റീൽ പാത്രത്തിൽ കോരി വെച്ചിട്ട് നമ്മുടെ ഏലക്കയും പട്ടയും ഗ്രാമ്പുവും ലീഫും എല്ലാം കൂടെ എടുത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇനി ചോറ് വയ്ക്കാം. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി റൈസ് എടുത്തിട്ട് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായപ്പോൾ നമ്മൾ ചിക്കൻ വെന്ത വെള്ളം അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ തണുക്കാൻ വെച്ചു. ഇനി പൊടിച്ചെടുക്കാം. ആ വെള്ളത്തിൽ കിടന്നാണ് നമ്മൾ അരി വേവിക്കാൻ പോകുന്നത്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണ്, പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുതിർത്ത് വെച്ചത് കേട്ടോ. ഇത്രയും കുതിർത്ത് വെക്കാതെയും ചെയ്യുന്നവരുണ്ട്. നമുക്ക് കുതിർത്ത് വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇതാണ് യഥാർത്ഥ ടേസ്റ്റ് എന്ന് ഞാൻ പറയില്ല. പലർക്കും പല രുചികളാണ് കേട്ടോ. വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. വെളിച്ചെണ്ണ ഞാനിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. നമ്മുടെ സൺഫ്ലവറിൻ്റെ ഓയിലാണ് ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മല്ലിയില വേണ്ട ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ലൊരു ഫ്ലേവറിലൊരു ചോറ്. ഈ ചോറിന് വേറെ ഒരു കറിയും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ചിക്കൻ വെന്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അതങ്ങനെ വെന്തപ്പോൾ എടുത്തു. എനിക്ക് തോന്നി കുറച്ചും കൂടി വേവണമായിരുന്നു തോന്നി, പക്ഷേ അങ്ങനെ നമ്മൾ എടുത്തു. എന്നിട്ടൊരു പാൻ വെച്ച് കൊടുത്തു. നമ്മൾ അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു സ്പെഷ്യൽ ക്യാപ്സിക്കം ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മളെപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് ചേർക്കാറില്ല. എന്നു വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ആ ടേസ്റ്റ് നമുക്ക് പിടിക്കാറില്ല. അതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും അത് പിടിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് പിടിക്കാത്തത് കൊണ്ടാണ്, ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിടിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടായി കേട്ടോ. തിരുവനന്തപുരം സ്റ്റൈൽ ഭാഷ പറയുമ്പോൾ ചിലരൊക്കെ പറയട്ടെ, നിങ്ങൾ ഒരു വിവരമില്ലാത്തതുപോലെ സംസാരിക്കുന്നു എന്നൊക്കെ. ഇതിപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജില്ലക്കാരെക്കുറിച്ച് ഓരോരുത്തർക്കും തോന്നുന്നതാവാം കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഉള്ള അഭിപ്രായമൊന്നുമില്ല. എനിക്ക് എൻ്റെ ഭാഷയുടെ ശ്രേഷ്ഠമൊന്നും എനിക്കില്ല. എനിക്കങ്ങനെ എൻ്റെ തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും നല്ല ജില്ല എന്നൊരു വാദവും ഇല്ല. എല്ലാ ജില്ലയിലെയും മനുഷ്യന്മാരെവിടെയുണ്ടോ, ചീത്ത മനുഷ്യന്മാരെവിടെയുണ്ടോ അത് തന്നെയാണ് കുഴപ്പമെന്ന് ഞാൻ പറയും. നന്മയുള്ള മനുഷ്യരെവിടെയുണ്ടോ അത് തന്നെയാണ് നല്ലതെന്നും നമുക്ക് പറയാൻ പറ്റും അല്ലേ. നല്ല മഴയുണ്ട് കേട്ടോ, നല്ല മഴ പെയ്യുന്നുണ്ട്. കുറച്ച് ഉപ്പുപൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല ഒരു ചിക്കൻ ക്യൂബ് കൂടി ഇതിലേക്ക്
ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കാണ് ഇത് റെഡി ആവുന്നത്. നമ്മുടെ ചിക്കൻ നമ്മളവിടെ തണുത്തപ്പോൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലൊക്കെ കളഞ്ഞ് ഇങ്ങനെ പൊടിച്ചെടുത്തതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. ലഞ്ച് ബോക്സിൽ പിള്ളേർക്ക് കൊടുത്തയക്കാം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമല്ലാന്ന് തോന്നിയതാണോ എന്ന് എനിക്കറിയില്ല. കൃത്യം എല്ലാത്തിനും കൂടി 1 മണിക്കൂർ മതി, നമുക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ പറ്റും. 1 മണിക്കൂർ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ നമ്മൾ സ്പീഡിൽ ചെയ്താൽ 1 മണിക്കൂർ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നിട്ട് ചിക്കൻ ക്യൂബാണ് ഇട്ട് കൊടുത്തത് കേട്ടോ, പൊടിച്ചിട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അതിൽ വെളിച്ചെണ്ണയുടെ മണം ഉണ്ടല്ലോ, അതും കൂടെ അതിൽ വരും ചിക്കനിൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നത്. എന്നാൽ നെയ്യാണ് ഇട്ട് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായി യോജിപ്പിച്ചെടുക്കാം. ചോറ് അവിടെ ഇരിപ്പുണ്ടല്ലോ, പിന്നെ നമുക്ക് വേറെ പണിയില്ല. ഇനി ക്യാപ്സിക്കം നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഈ ക്യാപ്സിക്കം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താണോ തോന്നുന്നത് ഇതുപോലെ തന്നെയും നമുക്ക് റൈസ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു വെറൈറ്റി ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ല കളറുള്ള മുളക് പൊടി, നല്ല കളറും എരിവ് കുറവാണ് കേട്ടോ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയുമാണ് ചേർക്കേണ്ടത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു മണം വരും. ഇതിൽ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കേണ്ട കാര്യമില്ല, ഡ്രൈ ആയിട്ട് തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇതിങ്ങനെ ഉണ്ടാക്കി തന്നെ നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റും. ഇത് നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്നതാണ്, വെറൈറ്റി ബിരിയാണിക്കാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഫ്രൈഡ് റൈസ് ആണോ, ചിക്കൻ ഫ്രൈഡ് റൈസോ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ? പക്ഷേ സത്യമായിട്ടും ഇതൊരു വെറൈറ്റിയാണ്. കാക്കച്ചി പറഞ്ഞു തന്നതാണ്, കാക്കച്ചിയുടെ സ്പെഷ്യലാണ്, കാക്കച്ചിയാണ് പറഞ്ഞു തന്നത്. പക്ഷേ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അത്രയ്ക്ക് പെർഫെക്ഷൻ വരുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കാണുകയും ചെയ്യണം. ഇപ്പോൾ ഇട്ടത് ഗരം മസാലയാണ് കേട്ടോ. ഇത്രയ്ക്ക് ഗരം മസാലയുണ്ട്, ആ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞങ്ങൾക്ക് ഗരം മസാലയുണ്ട്, ചിക്കൻ മസാലയും ഉണ്ട്, സാമ്പാർ മസാലയുണ്ട്, രസം മസാലയുണ്ട്, ചട്നിപ്പൊടിയുണ്ട്. ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മൾ മല്ലി ഇലയും പുതിന ഇലയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് നമ്മളത് നന്നായിട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ഡിഷായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇളക്കി നമുക്ക് യോജിപ്പിക്കാം കേട്ടോ. ഇത് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അതിന് വേറൊരു ചരുവം അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ഡ്രൈ ആക്കിയ ചിക്കൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ഫ്രഷ് ഒരു സൂപ്പർ ഡിഷാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ബോറടിച്ചോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ? ബോറടിച്ചെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. അധികം നല്ല ക്യാമറയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും വലിയ ഒരു പെർഫെക്ഷൻ കാണാത്തത്. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. എനിക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഞാനൊരു 15 മിനിറ്റിൽ അധികമുള്ള വീഡിയോകളൊന്നും ഇടാറില്ല. അത് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണേ. അത് ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് പോലെ പറയാൻ കേട്ടോ. അത് ചോറിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം. നോക്കി ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് കഴിച്ചുകൂടെ? ഒരു മുട്ടയും കൂടെ ഉണ്ടെങ്കിൽ ഒരു വെള്ള ചമ്മന്തി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. വെള്ള ചമ്മന്തി പക്ഷേ നടന്നില്ല. പുതിനയിലേക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു ചമ്മന്തി ഉണ്ടല്ലോ, അത് മറന്നു പോയത് കൊണ്ടാണ്, അങ്ങ് വിട്ടുപോയി, റിലേ പോയത് കൊണ്ടാണ്. അപ്പോൾ ക്യാപ്സിക്കം എടുത്ത് ഇതുപോലെ മുറിക്കണം. നമുക്ക് ഇങ്ങനെ മുറിച്ചൊരു അടപ്പ് പോലെ മുറിച്ചെടുക്കുകയാണ്. ഇതിനകത്തിരിക്കുന്നതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ ക്യാപ്സിക്കം ഇതേപോലെ കുത്തിയെടുക്കണം കേട്ടോ. കുത്തിയെടുത്തിട്ട് നമ്മളത് എന്ത് ചെയ്യും, നമ്മുടെ ചോറ് അതിലോട്ട് ഫില്ല് ചെയ്യും. ഇപ്പോൾ ഒരു 5 ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്, അത് നമുക്ക് ഇതിലോട്ട് ഫില്ല് ചെയ്യാം. പക്ഷേ ഫില്ല് ചെയ്യുമ്പോൾ എല്ലാം ചിലപ്പോൾ ആ ചോറെല്ലാം തീർന്നൊന്നും വരില്ല. പിന്നെ ആ ചോറ് നമുക്ക് കഴിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഫില്ല് ചെയ്യാണ്. കാക്കച്ചി പറഞ്ഞത് ഇത് ഒരെണ്ണം മതി നമുക്ക് വയറ് ഇങ്ങനെ വീർത്ത് വരാൻ, അല്ലെങ്കിൽ നമ്മുടെ വിശപ്പ് മാറാൻ. നമ്മൾ വയറ് വീർക്കാനെന്നൊക്കെ പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ നമ്മുടെ നാട്ടിലെ ഭാഷയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അയ്യേ എന്ന് തോന്നരുത് കേട്ടോ. എനിക്ക് ആ ഒരു മനുഷ്യനെയും കളിയാക്കാറില്ല.
അത് അവരുടേതായ രീതിയായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. പണ്ടൊക്കെ നമുക്ക് അറിവില്ലാത്ത കാലത്ത് നമ്മൾ ചിലപ്പോൾ കളിയാക്കിയതിരിക്കും. ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. നല്ലതുപോലെ ഫില്ല് ചെയ്ത് നമ്മളതിലേക്ക് ഒതുക്കി 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 വെച്ച്, പക്ഷേ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് ആ ഓരോ അറയിലും കുറേ ഇട്ട് ഫില്ല് ചെയ്ത് എടുക്കാമെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിതാ ഇങ്ങനെ 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 ചെയ്ത് നമ്മൾ എടുത്തതാണ്. ഇനി നമ്മൾ ഇഡ്ഡലി തട്ട് അടുപ്പി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിലോട്ട് നമുക്ക് ഇതിങ്ങനെ റെഡിയാക്കി എടുത്ത് വെച്ച് കൊടുത്ത് പുഴുകിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ഉദ്യമം. അപ്പോൾ അത് ഇതേപോലെ തയ്യാറാക്കി നിങ്ങളുടെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കും. ഇത് പിള്ളേരെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് മാത്രം ഉണ്ടാക്കി തരണമെന്ന് വാശി പിടിക്കുകയൊന്നും വേണ്ട, അവർക്ക് നിങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. പറ്റുന്നവരൊക്കെ ചെയ്യണേ, വീട്ടിൽ സാധനമൊക്കെ വാങ്ങിയിട്ട്. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ. ഇതിപ്പം നല്ലപോലെ പുഴുകിയെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ദീജ.